നമസ്കാരം. സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഒപിലുകളിൽ വളരെയധികം സ്ത്രീകൾ അവരുടെ മുടി വല്ലാതെ കൊഴിയുന്നു, തൈറോയിഡിൻ്റെ പ്രശ്നമാണോ ഡോക്ടറെ, വൈറ്റമിൻ ഡിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. തീർച്ചയായിട്ടും തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അഥവാ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇവയെല്ലാം തന്നെ പലപ്പോഴും അൺനോട്ടീസ്ഡ് ആയിട്ട്, അതായത് തീരെ കണക്കാക്കപ്പെടാതെ തന്നെ പോവാറുണ്ട് സ്ത്രീകളിൽ. അതൊക്കെ മുടി കൊഴിച്ചിലുണ്ടാക്കാറുണ്ട്. എന്നിരുന്നാലും സ്ത്രീകളിൽ മുടി കൊഴിച്ചിലിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സ് തന്നെയാണ്. അവരുടെ ടെൻഷൻ, അവരുടെ ജീവിതശൈലി വളരെ സ്ട്രെസ്ഡായി മാറുക, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പരീക്ഷാ പേടി, ഇവയൊക്കെയാണ്. അപ്പം അത് ടീലോജൻ എഫ്ലൂവിയം എന്നാണ് ഈ ഒരു മുടി കൊഴിച്ചിലിനെ പറയുന്നത്. അപ്പം നമ്മൾ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ട് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്, അതിനനുസരിച്ചുള്ളൊരു ജീവിത രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇതല്ലാത്ത പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ് സ്ത്രീകളിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്, രക്തത്തിൽ അയണിൻ്റെ അളവ് അല്ലെങ്കിൽ അമിതമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തത് ഹൈപ്പോ തൈറോയിഡിസം, നേരത്തെ സൂചിപ്പിച്ച പോലെ. അപ്പോൾ TSH എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ള കാര്യം, അതായത് വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു 25 ഹൈഡ്രോക്സി വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇത് നമുക്ക് റൂൾ ഔട്ട് ചെയ്തിട്ട് കൃത്യമായി ചികിത്സിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.